ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന ഒരു വീടാണ്. ഒരു വലിയൊരു വില്ല പ്രൊജക്റ്റ് ആണിത്. അതിനകത്തുള്ള ഒരു വീട് സെയിലിട്ടിരിക്കുന്നത്. നല്ലൊരു ബഡ്ജറ്റാണ്. തമ്പനയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു. വെറും 55 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ മാർബിൾ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. 3.5 സെന്റാണ് ലാൻഡ് അളവ് വരുന്നത്. 1400 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിന് ഉള്ളത്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കരയിലെ എക്സാക്ട് ലൊക്കേഷൻ പറയുവാണെങ്കിൽ പെരിങ്ങാല എന്നാണ് സ്ഥലത്തിന്റെ പേര്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 25 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും നോക്കുവാണെങ്കിൽ തൃപ്പൂണിത്തറയാണ്. 2 സ്ഥലങ്ങളിലേക്കും 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഒരുപാട് വില്ലകളുള്ള വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. വളരെ കുറച്ച് വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തിയായിട്ട് ഈ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് സെയിലിനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2018 പ്രളയം യാതൊരു തരത്തിലും ബാധിക്കാത്ത ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഹൈറ്റിലാണ് വീടിരിക്കുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഡിസൈനിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് സ്ലൈഡിംഗ് മെത്തേഡിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലും ലേസർ കട്ടും നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നോക്കുവാണെങ്കിൽ നല്ലൊരു പക്ക ബോക്സി ഷേപ്പ് വീടാണ്. നല്ല ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയ ഡിസൈനാണ്. ക്ലാഡിംഗ് സ്റ്റോൺസുകൾ വരുന്നുണ്ട്. ചെറിയ ടെക്സ്ചർ വർക്കുകളും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കായിട്ടാണ്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ഇട്ടിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളെ ഒരു കാറാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന കവേർഡ് പോർഷന്റെ അണ്ടറിൽ ഒരു കാർ പാർക്ക് ചെയ്യാം. EV വെഹിക്കിൾസിനാണെങ്കിൽ ചാർജിംഗ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാർ പോർച്ചിന്റെ സൈഡിലൂടെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് KW വാട്ടറിന്റെ മീറ്റർ കാണാം. നമുക്ക് ഇവിടെ കിണർ വെള്ളവുമുണ്ട്, KWയുടെ വാട്ടർ കണക്ഷനും ഉണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡാണ് ഇപ്പോൾ കാണുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള മറ്റൊരു സോഴ്സ് കാണാം. കിണറാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ചെങ്കല്ലിന്റെ വാട്ടറാണ് ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്പുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള അത്ര സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലിവിംഗിനായിട്ട് കിട്ടുന്നുണ്ട്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് TV വെക്കാനുള്ള ആ ഒരു സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു വോളിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് വരുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. അകത്തുള്ള പോർഷനിലൊക്കെ ചെറിയ LED സ്ട്രിപ്പുകളും പുറത്തൊക്കെ നോക്കുവാണെങ്കിൽ LED ബൾബുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നമ്മൾ TV വെക്കുന്ന ആ ഒരു സ്പേസ് നിങ്ങൾ കണ്ടു. അതിന് തൊട്ട് ബാക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റെയർ കേസിന്റെ ആ ഒരു താഴത്തെ പോർഷൻ ആണ് വരുന്നത്. അവിടെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഈ ഒരു എൻട്രൻസ് നോക്കിക്കഴിഞ്ഞാൽ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടെടുത്തു. ഇതിന്റെ ഈ ഒരു സൈഡ് വന്നിട്ട് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ തന്നെ തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്.
14 അടി നീളവും 9 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രാനൈറ്റ് പീസിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഗോൾഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. CNC കട്ടിംഗ് ആണ് ഡിസൈൻ വരുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ പോർഷനിലെല്ലാം തന്നെ പാനലിംഗ് വർക്കുകളാണ്. ചുറ്റിലും നോക്കിയാൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കിക്കോളും. ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ആണ്. അതിന്റെ താഴെയുള്ള ഭാഗത്ത് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടിയിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. സ്ട്രൈറ്റ് 3 വിൻഡോസ് നമുക്ക് കാണാം. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം വൈറ്റ് കളർ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് വുഡിന്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഡോറ് കിട്ടുന്നുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഡോറാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ ഇവിടെ 3 വിൻഡോസും ഈ ഒരു സൈഡിലായിട്ട് 2 വിൻഡോസുമാണ് നമുക്ക് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിലേക്ക് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലായതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. വൈറ്റ് കളർ ടൈല് ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പാണ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആക്ച്വലി ഓപ്പണിംഗ് അല്ല, ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യത്തെ ഈ ഒരു സ്പേസിൽ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുന്ന ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ ഔട്ട് ഫ്രെയിം ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് കാണുന്ന എലിവേഷനുകളാണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. ജസ്റ്റ് നേരെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്ലഗ് പോയിന്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് TV വെക്കാനായിട്ട് കിട്ടുന്നത്. ഈ ഒരു ഹാള് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി ഈ ഒരു ഭാഗത്ത് എത്തുന്നത് വരെ വർക്കുകൾ വരുന്നുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 12 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ 3 വിൻഡോസും സൈഡിൽ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനുകളാണ്. ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഇവിടെയായിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിലെ ടൈല് ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മുകളിലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ്സും പ്ലഗ് പോയിന്റും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈനെല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ് ടെറസിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇവിടെ കാണേണ്ടത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്ന് പറയാം. 14 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊജക്ഷൻ മാത്രമാണ് മിഡിൽ പോർഷനിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലൈഡിംഗ് വിൻഡോ, ഒരു വലിയൊരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബാൽക്കണിയാണ് കിട്ടുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും അറ്റാച്ച്ഡുമാണ്, സൗകര്യങ്ങളോട് കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. പള്ളികളും അമ്പലങ്ങളും എല്ലാം വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. ഇൻഫോ പാർക്കിലേക്ക് വെറും 6.5 കിലോമീറ്റർ വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.5 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.5 സെന്റ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ ഡ്രിങ്കിംഗ് വാട്ടറിനായിട്ട് നമുക്ക് കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ KWയുടെ കണക്ഷൻ ഓൾറെഡി തന്നെ നമുക്ക് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വീലേഴ്സിനായിട്ട് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. 55 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും ഞങ്ങളെ തന്നെ സമീപിക്കുക. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.